ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സന്ദർഭം അപസ്മാര രോഗിയായ ഒരു മകനെ അമ്മ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ട് പറയുകയാണ്, ആ അപസ്മാരം കൊണ്ട് അവൾ ഏതെല്ലാം തരത്തിലാണ് ബുദ്ധിമുട്ടുന്നത് എന്ന്. അവൾ വീണ്ടും പറയുകയാണ്, നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ ഇവനെ കൊണ്ടുപോയി, അവർക്ക് അവനെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന്. അതിനുശേഷം യേശു തനിച്ചായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ അപസ്മാരത്തെ ഇല്ലാതെയാക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന്. അപ്പോൾ യേശുനാഥൻ പറയുന്ന ഉത്തരമാണ്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ എന്ന്. പ്രിയപ്പെട്ടവർ, 3 വർഷത്തോളം കാലം യേശുവിനോട് കൂടെ ആയിരുന്ന, യേശുവിൻ്റെ വചനങ്ങൾ നേരിട്ട് ശ്രവിച്ച, യേശുവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട ആ ശിഷ്യന്മാരോടാണ് യേശുനാഥൻ പറയുന്നത്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സാധിക്കാതെ പോയതെന്ന്. യേശുനാഥൻ വീണ്ടും പറയുകയാണ്, അതേ അധ്യായം അതേ വാക്യത്തിൽ തന്നെ വീണ്ടും പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, യേശുനാഥൻ പറയുകയാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ഇത് 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ്. യേശുനാഥനോട് ചോദിക്കുന്നത് 19-ാം വാക്യത്തിലാണ്. 20-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുകയാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ അനുസരിക്കുമെന്ന്. നിങ്ങളുടെ കൽപ്പന, ദൈവനാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുന്നത് അത് അതേപടി നടക്കുമെന്ന്. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഈ 3 വർഷത്തോളം കാലം യേശുവിനോടൊപ്പമായിരുന്നിട്ടും ആ കടുകുമണിയോളം പോലും വിശ്വാസം ശിഷ്യന്മാർക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ യേശുവിൻ്റെ ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏറെ വർഷങ്ങളായി ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു, ക്രിസ്തുവിനെ നാവിൽ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നു. എന്നിരുന്നാലും നമ്മളുടെ വിശ്വാസം എവിടെയാണ്? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. കടുകുമണിയോളം വിശ്വാസം നമുക്കുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദാനമാണ് വിശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് യേശുനാഥൻ പറയുന്നത്. രക്ഷയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ വിശ്വാസം നിനക്കുണ്ടാകണം. ആ നിൻ്റെ ജീവിതത്തിൽ രക്ഷയേകത്തക്ക വിധത്തിൽ, സ്വർഗം ലഭിക്കത്തക്ക വിധത്തിൽ ക്രിസ്തുവിൽ നീ വിശ്വസിക്കേണ്ടതുണ്ട്. ഇന്നേ ദിവസം നമുക്ക് ധ്യാന വിഷയമായിട്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളിലും, നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും, നമ്മുടെ കടമകളിലും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ധ്യാന വിഷയമായി മാറട്ടെ. എനിക്ക് കൃപ നൽകപ്പെടുവാനായി, അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുവാനായി, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തക്ക വിധം എനിക്ക് വിശ്വാസമുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശ്വാസത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രയത്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.